ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ള ആ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കുറേ പേർക്ക് ഒരു കാര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അവർ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചുള്ള ഒരാളായിരിക്കാം, പക്ഷേ ആ ഒരു പേഴ്സൺ ഇവരെ ചതിക്കുക, അതല്ലെങ്കിൽ ഇവരിട്ടിട്ട് പോവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. വഞ്ചന എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു ചതി നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അങ്ങനെ അവർ പറ്റിച്ചിട്ടുണ്ടെങ്കിലൊക്കെ, ഇപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കും. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്ന കാരണങ്ങളിൽ കൂടുതലും നിങ്ങളുടെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയി, ഇനിയിപ്പോൾ അഥവാ അവർ തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു സ്വഭാവം മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടും ആ ഒരാൾ നിങ്ങൾ ഇട്ടിട്ട് പോകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഓവറായിട്ട് അവരെ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു കെയർ എന്ന് പറയുന്നത് എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നതാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്, ഒരുപാട് കെയർ കിട്ടണം, സ്നേഹം കിട്ടണം എന്നൊക്കെ. പക്ഷേ നമ്മൾ പറയുന്ന മറ്റൊരു വാചകമുണ്ട്, അമിതമായാൽ അമൃതം വിഷാണെന്നുള്ളത്. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. കൂടി പോയി കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമായിട്ട് മാറും. അതായത് വിലയില്ലാത്തൊരു കാര്യമായിട്ട് മാറും എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ സ്നേഹം കൂടുതലായിട്ട് കൊടുത്താലും, ഒരുപാട് പരിഗണിച്ചു കഴിഞ്ഞാലും, അതേപോലെ തന്നെ ഒരുപാട് കെയർ ചെയ്താലും ഒക്കെ അത് അവർക്കൊരു ഇഷ്ടമില്ലായ്മയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് അവരെ വല്ലാതെ അങ്ങോട്ട് വലിഞ്ഞു മുറുകുന്നു, ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, എനിക്കത് വല്ലാതെ അസ്വസ്ഥമാവുന്നു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് വാല്യൂ തരില്ല. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ വാല്യൂ കൊടുക്കാത്ത ഒരാളെടുത്തേക്ക് പോകാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടാറില്ല. അതായത് നമുക്ക് അവരോട് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല, ഇയാളല്ലേ, അത് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കും. അതായത് നമുക്ക് അവരോടുള്ള സ്നേഹം കുറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ റിലേഷൻഷിപ്പിനോടുള്ള താല്പര്യം കുറയാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ അവർ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒരുപാട് കെയർ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കെയർ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർ നിങ്ങൾ ഇട്ടിട്ട് പോകാനുള്ള ഒരു കാരണമായിട്ട് മാറിയേക്കും. ഇത് മാത്രമാണ് റീസൺ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് റിലേഷൻഷിപ്പിനോട് ഇഷ്ടം കുറഞ്ഞു വരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരുപാട് നിങ്ങൾ കെയർ ചെയ്യുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർ നിങ്ങളുടെ സ്വന്തമാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ചിലപ്പോൾ അവരെ പരിഗണിക്കാതിരിക്കുന്നുണ്ടായിരിക്കും. പരിഗണിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ബിസി ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, മെസ്സേജിന് കൃത്യസമയത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവരെ കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുക, അവർ നമ്മുടെ സ്വന്തമല്ല, ഇപ്പോൾ ഇട്ടിട്ട് പോകുന്നില്ല, ഞാനിപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഇപ്പോൾ കോൾ എടുക്കാതിരുന്നാലോ മെസ്സേജ് അയക്കാതിരുന്നാലോ ഒക്കെ ആൾക്ക് മനസ്സിലാവും, എനിക്ക് തിരക്കാണെന്നത് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിരിക്കും. പക്ഷെ അവരങ്ങനെ ആവണമെന്നില്ല. അവരെന്താ വിചാരിക്കുക, എൻ്റെ കോൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മെസ്സേജിന് റിപ്ലൈ പോലും തരുന്നില്ല, ഒന്നും നോക്കുന്ന പോലുമില്ല, എന്നോട് അത്രയും ഇഷ്ടമല്ലേ എന്നാണ് വിചാരിക്കുക. ഇഷ്ടം കുറയുന്നു എന്നുള്ളതാണ് അവരുടെ മനസ്സിലേക്ക് വരിക. ഈ ഒരു പരിഗണന എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. നമ്മളെ അവർ പരിഗണിക്കണം, നമ്മളെ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് മറ്റുള്ളവരും ആഗ്രഹിക്കുക. നമ്മുടെ ഇന്നത് കിട്ടാതാവുന്ന സമയത്ത് അവർ പോകാറുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, കെയർ കൂടിക്കഴിഞ്ഞാൽ അതും കുഴപ്പമാണ് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ പരിഗണന എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ പരിഗണിക്കുന്നില്ല, ഓവറായിട്ട് അവഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അവിടെയും നമുക്ക് വരുന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അവർ നമ്മളെ ഇട്ടുപോകാൻ മറ്റൊരു ചാൻസ് ആണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അവരെ ഓവറായിട്ട് അവഗണിച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ നിങ്ങൾ പരിഗണിച്ചിരുന്നില്ല, അത് അവർ നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങൾ ഒരിക്കലും വിട്ടിട്ട് പോവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ പരിഗണന കിട്ടാതിരുന്നു എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു തേർഡ് പേഴ്സണെ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് മാറിയേക്കാം എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അത്ര ശരിയുള്ള ഒരു കാര്യമല്ല എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങളൊരു മൂന്നാമത്തെ ഒരു പേഴ്സണെ കൊണ്ടുവരികയാണ്. ഇനിയിപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഇതില്ലെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരാൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ വരുന്ന ആൾ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അവരെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. കൃത്യമായിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കാം അവർ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, രണ്ടുപേരുടെയും ഫ്രണ്ടാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ആ ഒരു പേഴ്സണ് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആക്കാൻ ആ ഒരാൾക്ക് കഴിയണം എന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ, കൗൺസിലറൊക്കെ കാണാനാണ്. അങ്ങനെ കണ്ട് പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂന്നാമതൊരു പേഴ്സണെ കൊണ്ടുവരുന്നത്, റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത് അത്ര നല്ല കാര്യമല്ല. അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടി വലുതാവാനും കുറച്ച് രൂക്ഷമാവാനും സാധ്യതയുണ്ട്. സോ അതിൻ്റെ പേരിൽ, അതായത് ഇനി റിലേഷൻഷിപ്പ് ഓക്കെ ആവില്ല, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോവാം എന്നുള്ളതാണ്. അതേപോലെ ഇപ്പം നിങ്ങൾക്കാണ് അത് സ്വഭാവം ഉള്ളതെന്നുണ്ടെങ്കിൽ, അതായത് എന്ത് പ്രശ്നം വരുന്ന സമയത്തും നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവർക്കത് നെഗറ്റീവായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. നമ്മൾക്കിടയിലുള്ള പ്രശ്നം നമ്മളല്ലേ തീർക്കേണ്ടത്, അത് മൂന്നാമതൊരാളെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ അത് നിങ്ങളുടെ ഒരു പോരായ്മയായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, നിങ്ങളോടുള്ള സ്നേഹം കുറയുന്നു, ഇഷ്ടം കുറയുന്നു. സോ റിലേഷൻഷിപ്പ് വിട്ടു പോകാനായിട്ട് അവർ സ്വയം പ്രേരിതരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പേഴ്സണെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടും ഇങ്ങനെ പോവാം എന്നുള്ളതാണ്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് നിങ്ങൾ സംസാരിക്കാത്തത് കൊണ്ടായിരിക്കാം. ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ റിലേഷൻഷിപ്പിൽ നമുക്ക് സ്നേഹം കൂടുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിശ്വാസവും കൂടുന്നു എന്നുള്ളതാണ്. അവർ നമ്മളെ അങ്ങേയറ്റം അങ്ങോട്ട് വിശ്വസിക്കും. അത് മാത്രമല്ല, അവർക്ക് വിഷമമാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സ്നേഹം കൂടുതൽ കൊണ്ടാണ്, ഒരിക്കലും തെറ്റാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരാൾ പറയാണ്, നീ സ്നേഹിച്ചിരുന്ന ആ ഒരു പെൺകുട്ടീനെ ഞാൻ വേറൊരാളുടെ കൂടെ കണ്ടു, അല്ലെങ്കിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു, അങ്ങനെ അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ വേറെ ഏതോ ഒരു ആളുമായിട്ട് പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു എന്ന് നിങ്ങളെടുത്ത ഒരാൾ പറയുകയാണ്. അപ്പൊ ചില ആളുകളെങ്കിലും വിചാരിക്കുക എന്താണെന്നറിയോ, ഇല്ല അവൾ അങ്ങനെയൊന്നും പോവില്ല, അതല്ലെങ്കിൽ അവളെ എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം അവളോട് ചോദിക്കില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് വിഷമാവും. ഇനിയിപ്പോൾ ആ ഒരു വിഷമമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളെ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ചിലപ്പോൾ എന്നെ ഇട്ടിട്ട് പോകും എന്ന് വിചാരിച്ചത് കൊണ്ട് ആ ഒരു കാര്യം ചോദിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചോദിക്കാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് അവിടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുക നിങ്ങൾക്ക് ഈ കാര്യം അറിയുന്നില്ല, അപ്പൊ അവർക്ക് അവിടെ അവരുടേതായിട്ടുള്ള പ്രണയം നടക്കുന്നുണ്ട്, ഇവിടെ നിങ്ങളുമായിട്ടുള്ള പ്രണയം നടക്കുന്നുണ്ട്. അതായത് രണ്ട് ബെഞ്ചിൽ ഒരേ സമയം കാല് വെക്കാനായിട്ട് അവർക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കിയ സമയത്ത് തന്നെ ഒരുപക്ഷെ അവരോട് ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് വേണ്ടാന്ന് വെക്കാനായിട്ട് കഴിയും. ഇനിയിപ്പോൾ ചിലപ്പോൾ ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ വേറൊരാളുടെ കൂടെ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, ആ ആൾ തന്നെ വേണമെന്ന് മനസ്സിലാഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മെസ്സേജ് ഒക്കെ അവരുടെ ഫോണിൽ കണ്ടു, അങ്ങനെ എന്ത് കാര്യം ആയിക്കോട്ടെ, ചെറിയൊരു സംശയമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് ക്ലിയർ ആക്കിയേ പറ്റുള്ളൂ. അങ്ങനെയല്ല എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ വേറൊരു ഇതിൽ പറയാം, അവർക്ക് അങ്ങനെ വേറൊരു റിലേഷൻഷിപ്പും വേറൊരു തെറ്റായുള്ള കാര്യങ്ങളില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ചെറിയൊരു സംശയം വരികയാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളത് ചോദിക്കുന്നേ ഇല്ല. ഒരു മെസ്സേജിന്റെ കാര്യം തന്നെ ആയിക്കോട്ടെ, അവരുടെ ഫോണിലേക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചു, അപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര സംശയമുണ്ട്, ചോദിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ചോദിക്കുന്നില്ല, ചോദിക്കേണ്ടെന്ന് ചോദിച്ചിരിക്കുകയാണ്. വീണ്ടും ആ ഒരു പേഴ്സൺ മെസ്സേജ് അയക്കുന്നു. അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സംശയം കൂടി വരും. പിന്നെ സ്വാഭാവികമായിട്ടും അതിങ്ങനെ വലുതാവാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് ആ ഒരാളോട് ഭയങ്കര ദേഷ്യം തോന്നുന്നുള്ളതാണ്. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമ്മളത് നേരത്തെ കൂട്ടി മനസ്സിലായി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നിയ സമയത്ത് തന്നെ ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത്രയും ദേഷ്യം തോന്നില്ല, ആ സമയത്ത് തന്നെ അതുകൊണ്ട് അവസാനിക്കും എന്നുള്ളതാണ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചേ മതിയാവുള്ളൂ. എന്ന് കരുതി ദേഷ്യപ്പെടുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണെങ്കിൽ പോലും അത് ചോദിച്ച് അത് ഫുള്ളായിട്ട് ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ അവരോട് ചോദിക്കാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയാൻ ശ്രമിക്കുക. എന്തായിരുന്നുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പല റിലേഷൻഷിപ്പിലും ബ്രേക്കപ്പിന് കാരണമായിട്ട് വരാറുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങൾ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഭാഗത്ത് ഇത്രയും മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ചെറിയ രീതിയിലൊക്കെ നിങ്ങളും തെറ്റുകാരാണ് എന്നുള്ളത്. അപ്പോൾ അവരെ മുഴുവനായിട്ട് പഴിക്കാതെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ വന്നിരുന്നെങ്കിൽ നിങ്ങളും കുറ്റക്കാരനാണെന്നുള്ളത് മനസ്സിലാക്കുകയും അത് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്, അങ്ങനെയല്ല ആ ഒരു പേഴ്സണെ തന്നെ തിരികെ കൊണ്ടുവരികയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ സ്വഭാവങ്ങളെല്ലാം മാറ്റിയാൽ മാത്രമാണ് നിങ്ങളുടെ അടുത്ത ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സണെ തന്നെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരുമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ്, പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്
കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടത്താനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുള്ളവരെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്